സിനിമ തിയേറ്ററുകളെല്ലാം ഗംഭീരമാണ്. 4K 2K അതുപോലെ തന്നെ ഡോൾഫി ഇനി പറഞ്ഞാൽ തീരില്ല. അത്രയധികം സൗകര്യങ്ങൾ കസേരയൊക്കെ ഉണ്ട്, തിയേറ്ററിനുണ്ട്. നമുക്ക് കൊതിയാവും. അത്ര രാജകൊട്ടാരം പോലെയൊക്കെ പണിതിട്ടുണ്ട്. പക്ഷെ സിനിമ കാണാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തോന്നാത്ത സ്ഥിതിന് സിനിമ കാണാമെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കായിട്ട് മാറിയിരിക്കുന്നു. എന്താ കാരണം എന്ന് നിങ്ങൾ ചോദിക്കും, പറയാം. ഇവിടെ സിനിമ കൊട്ടായിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരെന്താണ്, മുഴുവൻ ആൾക്കാരും ഇത്രേശം പോകുന്ന 300 രൂപ 500 രൂപയുള്ള വലിയൊരു കപ്പൽ കുറച്ച് പോക്കോനും മേടിച്ചു കൊണ്ടുവരും. അവിടെ ഇരുന്ന് തീറ്റിയാൽ തുടങ്ങും. ഇവർ തിന്നാനാണോ ഈ സിനിമാ തിയേറ്ററിൽ വരുന്നത്? സിനിമ കാണാനല്ലേ? ഈ 4K സൗണ്ടുള്ള ആ സിനിമാ തിയേറ്ററിൽ 100-300 ആൾക്കാരെ സിനിമയ്ക്ക് കയറി കഴിഞ്ഞാൽ അതിൽ ആ സിനിമയിലുണ്ടാകുന്ന ശബ്ദത്തിനേക്കാളും വലിയ ശബ്ദം ഈ 10-250 ആൾക്കാർ അല്ലെങ്കിൽ ഒരു 100 ആളിരുന്നിട്ട് പോക്കോൻ തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ചില വിദ്വാൻ കൊള്ളി വറുത്തു തിന്നും. അതിൻ്റെ ശബ്ദം കൂടുതലാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ കൂട്ടപ്പഴിച്ചിൽ പോലെ പിന്നെ അവിടെ തിയേറ്ററിൽ അത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് നമുക്ക്. ഇതിപ്പോൾ തീരുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ചമട് മേടിച്ചു ഇരുന്ന് തിന്നണുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പോലെ പാട്ട് സീന വേറെ സീന വന്നു കഴിഞ്ഞാൽ വീണ്ടും പോവും. അതുപോലത്തെ ഒരു വലിയൊരു ചെമ്പും കൂടി പിഞ്ഞ് മേടിച്ചു കൊണ്ടുവരും. അപ്പം നമുക്ക് മനസ്സിലായി ഇത് പടം കഴിഞ്ഞാലും തീരില്ല, അത് വീട്ടിൽ പോയാലേ തീരുള്ളൂ എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് സീറ്റ് മാറിയിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പോണത് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. അപ്പോൾ സീറ്റ് മാറിയിരിക്കാൻ പറ്റില്ല. നമുക്ക് തന്ന സീറ്റിൽ വേണമല്ലോ നമുക്ക് ഇരിക്കാനായിട്ട്. വേറെ സീറ്റില്ല, പിന്നെ നിന്ന് സിനിമ കാണാൻ പറ്റുമോ? കാശും കൊടുത്തിട്ട് ഇവർ ഈ ചവച്ച് ഇരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ചില ബിരുദന്മാരുണ്ട്. അവരൊക്കെ എന്താ വിളിക്കില്ലെന്നറിയാം, പക്ഷെ ഒന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ മൊബൈൽ നോക്കാനും ഈ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യാനാണോ ഈ സിനിമയ്ക്ക് കയറുന്നത്? ഇവരെന്തുട്ടാ ചെയ്യുന്നത്? ആ ടൈറ്റിൽ വരുമ്പോൾ ഷൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈലിൽ നോക്കിയിരിക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഫോൺ വരും, അവരോട് സംസാരിക്കുക. ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള പ്രേക്ഷകർക്ക് ഉണ്ടാക്കണമെന്ന് അറിയില്ല. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? കുറേ ആൾക്കാർ ഈ വാട്സപ്പ് നോക്കി ഓരോന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പല പ്രാവശ്യം ഞാൻ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങളൊന്ന് അതിൻ്റെ ലൈറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിരിക്കുക, ഞങ്ങൾക്കിത് കണ്ണിന് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പോൾ അവരൊന്ന് ഇത്തിരി ഇതാക്കിയിട്ട് അപ്പോഴേക്കും വല്ല കോള് വരും, പിന്നെ എടുക്കും. മാറിയിരിക്കാൻ സീറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് എന്നാൽ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല, അത് സൈലൻ്റാക്കി അവിടെ ഇടും. നമ്മൾ സിനിമ ശ്രദ്ധിക്കാനും ചെല്ലണത്, സിനിമ കാണാനാണ്. ആ 2 മണിക്കൂറെങ്കിലും 2.5 മണിക്കൂറെങ്കിലും മനസ്സമാധാനമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനാണ് ഈ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പം ചെല്ലുമ്പോഴാണ് ഈ അംഗം. പിന്നെ അടുത്ത ഒരു കൂട്ടരുണ്ട്, കുട്ടികളെയും കൊണ്ടുവരും. കുട്ടികൾ കരയണതാച്ചെങ്കിൽ ഒരു വഴിക്ക് എത്ര കരഞ്ഞാലും ഇവർ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകില്ല. പണ്ടൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ കുട്ടിയൊന്നും മിണ്ടിയാൽ മതി. അപ്പോൾ സിനിമയ്ക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യയും ഭർത്താവ് വിചാരിക്കും കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിരുന്നാൽ ഞാൻ സിനിമ കൊണ്ടാളാൻ പറയും. അത് ചിലപ്പോൾ മുഴുവനായിട്ട് ചിലപ്പോൾ ഭർത്താവ് കുട്ടികളെ എടുത്തിട്ട് പുറത്തു നിൽക്കുക. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കുട്ടി കരഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞോട്ടെ, എനിക്ക് സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീകൾ അവിടെ തന്നെ ഇരിക്കും. അച്ഛന്മാർ കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കും. ഇത് അടുത്തുള്ളവർക്ക് എന്ത് ശല്യം ഉണ്ടാക്കണമെന്ന് അറിയാം. അതുമല്ല, പിന്നെ അമ്മമാർ കഥ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് ഉറക്കെ. അത് മോഹൻലാലാണ്, ഇത് മമ്മൂട്ടിയാണ്, ഇത് മമ്മൂട്ടി ഇങ്ങനെ ആ ആളെ ഇടിക്കാനായിട്ടുള്ള കാരണം ഇതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കും. ഇത് എന്ത് ശല്യം എന്നറിയാം നമുക്ക് സിനിമ കാണുന്നവർക്ക് ഉണ്ടാക്കുന്നത്. ആ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓളിയാണ്. അതുകൊണ്ട് ശനി ഞായറും നമ്മുടെ തിയേറ്ററിലേക്ക് അടുക്കയില്ല. സ്കൂളുള്ള ദിവസം നമ്മൾ സിനിമയ്ക്ക് പോവുകയില്ല, ഈ കുട്ടികളുടെ ശല്യം കാരണം. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ ഫോണിൻ്റെ ബുദ്ധിമുട്ടും. ഈ മുമ്പ് തന്നെ ഈ പോങ്കോ എന്ന് പറഞ്ഞ സാധനം 4-5 ഫ്ലേവറിലുണ്ട്. ഇതിലൊക്കെ അജനാമൊട്ട കൂട്ടിയിട്ട് എത്ര കേടുള്ള സാധനം എന്നറിയാം. അതാണ് ഈ കൊച്ചു കുട്ടികൾക്ക് അവരെടുത്ത് കൊടുക്കുന്നത്. ഈ തിയേറ്ററുകാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇങ്ങനെ അവർക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രമേ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുള്ളൂ. അല്ലാത്തൊന്നും അവർ വയ്ക്കില്ല. 5 രൂപ 10 രൂപ അവർക്ക് കിട്ടിയാൽ പോലെ ഇരട്ടി ലാഭം കിട്ടണം. അതേപോലത്തെ സാധനങ്ങൾ അവർ വയ്ക്കുക. ഇതിപ്പോൾ 500 രൂപയ്ക്കോ 300 രൂപയ്ക്കോ ഒരു പോക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ചിലവാകെ വരുന്നത് കുറച്ച് ചോളം മേടിച്ച് ചുടല്ലേ വേണ്ടോ, കുറച്ച് അജനാമൊട്ട ബദറിയാൽ മതി. ആകെ ചിലവ് അതിന് 25 രൂപ ചിലവുള്ളൂ. അതിന് നമ്മുടെ കയ്യിൽ നിന്ന് 200 രൂപയും 300 രൂപയും വലിയൊരു കപ്പും തരുന്നത്. അത് മേടിച്ച് കൊണ്ടുവന്നിട്ട് ആ സിനിമ കാണുന്ന മുഴുവൻ ആൾക്കാരും ശത്രുതയെ മേടിച്ച് വയ്ക്കും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തിയേറ്ററുകാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ സിനിമ കാണാൻ ആളുണ്ടാവില്ല. ഇപ്പം ഞാനിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളി ശനി ഞായറും സിനിമ കാണില്ല. അവസാനം എന്തുണ്ടാവും, ഈ സിനിമ മാറാൻ നിൽക്കില്ല. വെള്ളിയാഴ്ച കൂടി വന്ന ഒരാഴ്ചയല്ലേ ഏത് പടം കളിക്കുള്ളൂ. വെള്ളിയാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ചെല്ലും. അപ്പോൾ അവർക്ക് വലിയ ആളൊന്നും ഉണ്ടാവില്ല. കൂടി വന്നൊരു 10 ആൾ. അത്രയും വലിയൊരു തിയേറ്ററിൽ 10 സൈഡിലെ ആൾക്കാർ ഇരുന്നാൽ നമുക്ക് ഒരു പ്രശ്നമില്ല, സുഖമായിട്ടിരുന്ന് സിനിമ കാണാം. നമുക്ക് വേണ്ടി മാത്രം തിയേറ്ററിൽ സിനിമ കളിക്കുന്ന ഒരു ഫീലിങ്സാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില ഹൗസ്ഫുള്ളുള്ള പടങ്ങളൊക്കെ പോയി കഴിഞ്ഞാലേ പടം തല്ലിപ്പൊളി പടം തലേരെ ഓട് ധരിച്ചിരിക്കാവും നമ്മൾ. അപ്പോൾ അടുത്തിരിക്കണ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ സിനിമ കണ്ടല്ലേ ഇരിക്കുന്നത്, വേറെ വല്ലതും ഇവിടെ കളിക്കണമെന്ന് നമ്മൾ നോക്കും. അത്ര വൃത്തികെട്ട കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാർ അടുത്ത് വന്നിരുന്ന പറയാതിരിക്കാൻ പറ്റില്ല, ഒരു വിയർപ്പിൻ്റെ നാറ്റ.
പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. ചിലവരാച്ച പല്ലും തേക്കാണ്ട് വായ തുറന്ന് ചിരിക്കുമ്പോൾ വായനാറ്റം വേറെ. അപ്പോൾ അതിലും ഭേദം നമ്മളൊക്കെ വല്ല 5-10 ആളുള്ളപ്പോൾ സിനിമയ്ക്ക് പോകാൻ നല്ലത്. ഇത്രയും പ്രശ്നങ്ങൾ തിയേറ്ററിൽ നടക്കണമെന്നുള്ള തിയേറ്ററിൻ്റെ ആൾക്കാർ മനസ്സിലാക്കണം. നിങ്ങൾ എത്ര തിയേറ്റർ നന്നാക്കിയിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ഈ അതിൻ്റെ ഉള്ളിലത്തെ ക്യാൻറ്റീൻ നിർത്തുക, ഈ പോങ്കോൻ്റെ കാര്യങ്ങൾ നിർത്തുക. വല്ല ചായയും ബജ്ജിയൊക്കെ അവർ ഇൻ്റർവെല്ലിൽ വന്ന് കഴിച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഭക്ഷണ സാധനങ്ങൾ കയറ്റാണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ ആൾക്കാർക്ക് വലിയ ശല്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഇതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.